ദൈവമക്കളെ, ഈ ദിവസത്തെ കർത്താവിൻ്റെ വചനം, കൃപയുടെ വചനം കേൾക്കാൻ നമുക്ക് തയ്യാറാകാം. ദൈവവചനം കേട്ടുകൊണ്ടിരിക്കെ തന്നെ എല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ എന്ന് അച്ഛൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ലൂക്കാ സുവിശേഷം 6:18-19 അശുദ്ധാത്മാക്കളാൽ പീഡിതരായവർ സുഖമാക്കപ്പെട്ടു. ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കുവാൻ അവസരം പാർത്തിരുന്നു. എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. ഒരു വലിയൊരു സൗഖ്യ സാക്ഷി നമ്മളിപ്പോൾ കേട്ട് ദൈവത്തിന് നന്ദി പറയാൻ പോവാണ്. പോൾ എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ സാക്ഷ്യമാണ്. എനിക്ക് ഈശോ തന്ന അത്ഭുത സൗഖ്യം ദൈവമഹത്വത്തിനായി സാക്ഷ്യപ്പെടുത്തുന്നു. കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു. അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ പ്രാർത്ഥന കേട്ടു. അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, അസാധാരണമായ ചുമയെ തുടർന്ന്, കഫിങ്ങിനെ തുടർന്ന് എറണാകുളം ലൂർദ് ഹോസ്പിറ്റലിൽ നടത്തിയ പരിശോധനയിൽ വളരെ അപൂർവമായി മാത്രം കാണപ്പെടുന്ന സബ്സ്റ്റേണൽ തൈറോയിഡ് ഉള്ളിലേക്ക് വളരുന്ന അവസ്ഥ എന്ന ഗുരുതരമായ രോഗാവസ്ഥയെ കണ്ടെത്തി. തൈറോയിഡ് ഉള്ളിലേക്ക് വളർന്ന് ഹൃദയത്തിൽ നിന്നുള്ള പ്രധാന രക്തക്കുഴലായ അയോർട്ടയിൽ തട്ടി നിൽക്കുന്നതായും ഡോക്ടേഴ്സ് പറഞ്ഞു. വലിയൊരു സർജറി ആവശ്യമാണെന്നും വളരെ സങ്കീർണമായതിനാൽ തൊറാസിക് സർജൻ, എൻഡോസ്ക്രീൻ സർജൻ, ജനറൽ സർജൻ എന്നിങ്ങനെ 3 വിദഗ്ധരായ ഡോക്ടേഴ്സിൻ്റെ ഒന്നിച്ചുള്ള സാന്നിധ്യത്തിൽ മാത്രമേ സർജറി നടത്താവൂ എന്നും കേരളത്തിൽ വെച്ച് സർജറി നടത്തണ്ട എന്നും വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ പോകുവാനും ഡോക്ടർമാർ നിർദ്ദേശിച്ചു. അങ്ങനെ ഞങ്ങൾ വെല്ലൂരിലെത്തുകയും വീണ്ടും ടെസ്റ്റുകൾ നടത്തുകയും ചെയ്തു. പരിശോധനയിൽ 20 വർഷമായിട്ടുള്ള ഈ രോഗമാണെന്നും ഇതിൻ്റെ തൈറോയിഡിൻ്റെ വളർച്ചയാണെന്നും ഇതിനെ താമസിപ്പിക്കരുത് എന്നും അത് അപകടകരമാണെന്നും ഡോക്ടർമാരെ കണ്ടെത്തി. 3 വിദഗ്ധരായ ഡോക്ടേഴ്സ് ഒരുമിച്ച് നടത്തേണ്ട ഓപ്പറേഷൻ ആയതിനാൽ 3 മാസത്തിന് ശേഷമേ ഡേറ്റ് ലഭിക്കുകയുള്ളൂ എന്നും പറഞ്ഞു. വളരെ വേദനാകരമായ ഈ ദുരവസ്ഥയിൽ ദൈവത്തിൽ പ്രത്യാശർപ്പിച്ചുകൊണ്ട് മരിയൻ ധ്യാന കേന്ദ്രത്തിൽ വരികയും അച്ഛനെ കണ്ട് ഈ കാര്യങ്ങളെല്ലാം അറിയിക്കുകയും ചെയ്തു. അച്ഛൻ എൻ്റെ തലയിൽ കൈകൾ വെച്ച് എല്ലാ രോഗാവസ്ഥകളെയും ബന്ധിച്ച് ശക്തമായ വിടുതൽ പ്രാർത്ഥന നടത്തി. പിന്നീട് അച്ഛൻ പറഞ്ഞു, ഈശോ അടുത്തു വന്ന് തൊട്ട് അത്ഭുത സൗഖ്യം തരുന്നതായി ശക്തമായ ദർശനം കർത്താവ് എനിക്ക് നൽകുന്നു എന്ന്. ഇത് കേട്ട് ഞങ്ങൾ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചു. തുടർന്ന് ഞങ്ങൾ എറണാകുളം ലൂർദ് ഹോസ്പിറ്റലിൽ ചെന്ന് പരിശോധന നടത്തിയപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാൻ, പ്രാർത്ഥനയ്ക്ക് ശേഷം എന്ത് സംഭവിച്ചെന്നറിയാൻ ഈ പരിശോധന നടത്തിയപ്പോൾ ഈശോ ചെയ്ത വലിയ അത്ഭുതം ഞങ്ങൾ കാണുവാനും അനുഭവിക്കാനിടയായി. പരിപൂർണമായിട്ടും ആ തൈറോയ്ഡ് രോഗം സുഖപ്പെട്ടിരിക്കുന്നതായിട്ട് ഡോക്ടർമാർ കണ്ടെത്തി. അങ്ങനെ ഒരു രോഗത്തിൻ്റെ യാതൊരുവിധ ലക്ഷണവും ഇപ്പോൾ എൻ്റെ ശരീരത്തിൽ ഇപ്പോൾ ഇല്ലെന്നും അപകടകരമായ ആ ഗ്രോത്ത് പൂർണ്ണമായും നീങ്ങിപ്പോയിരിക്കുന്നതായും അത്ഭുതത്തോടെ ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തി. ഇത്ര വലിയ അത്ഭുതം പ്രവർത്തിച്ച് എൻ്റെ ജീവനെ രക്ഷിച്ച ദൈവത്തിന് ഞാൻ കൊടാനുകൂടി നന്ദി പറയുന്നുവെന്ന് ആൾ സാക്ഷ്യപ്പെടുത്തിയിരിക്കുക. ഇന്ന് വലിയൊരു സാക്ഷ്യം കൂടി നമുക്ക് കേട്ടപ്പോൾ ദൈവത്തിന് നന്ദി പറയാം. ഇന്നത്തെ പ്രധാനപ്പെട്ടൊരു വചനത്തിലേക്ക് നാം വരാൻ പോവുകയാണ്. വലിയൊരു വചനം, കർത്താവ് നമുക്ക് തരുന്ന കൃപയുടെ വചനം. ഇത് കേട്ടുകൊണ്ടിരിക്കുക തന്നെ എല്ലാവരുടെയും ഹൃദയത്തിൽ, ജീവിതത്തിൽ, കുടുംബത്തിൽ കർത്താവ് വരട്ടെ എന്ന് അച്ഛൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ലൂക്കാ സുവിശേഷം 5-17 വരെയുള്ള വചനം ധ്യാനിക്കുന്നു. ഒരു ദിവസം യേശു പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗലീലിലെ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും, യൂദയായിൽ നിന്നും, ജെറുസലേമിൽ നിന്നും ഫരിസേയരും നിയമ അധ്യാപകരും അവിടെ വന്നുകൂടി. രോഗികളെ സുഖപ്പെടുത്തുവാൻ കർത്താവിൻ്റെ ശക്തി അവനിലുണ്ടായിരുന്നു. അപ്പോൾ ചിലർ ഒരു തളർവാദ രോഗിയെ കിടക്കയിൽ എടുത്തു കൊണ്ടുവന്നു. അവർ അവനെ അകത്ത് യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ പരിശ്രമിച്ചു.
ജനക്കൂട്ടം നിമിത്തം അത് സാധിക്കാഞ്ഞതുകൊണ്ട് അവർ പുരമുകളിൽ കയറി ഓടിളക്കി കിടക്കയോടെ അവനെ യേശുവിൻ്റെ മുമ്പിൽ ഇറക്കി. അവരുടെ വിശ്വാസം കൊണ്ട് അവൻ പറഞ്ഞു, മനുഷ്യ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിയമജ്ഞരും ഫരിസേയരും ചിന്തിച്ചു തുടങ്ങി, ദൈവദൂഷണം പറയുന്ന ഇവൻ ആര്? ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപങ്ങൾ ക്ഷമിക്കാൻ സാധിക്കുക? അവരുടെ വിചാരം മനസ്സിലാക്കിയ യേശു അവരോട് പറഞ്ഞു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഹൃദയത്തിൽ ചോദിക്കുന്നത്? ഏതാണ് എളുപ്പം, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ? ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. ഉടനെ എല്ലാവരും കാണുക അവൻ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. എല്ലാവരും വിസ്മയഭരിതരായി ദൈവത്തെ മഹത്വപ്പെടുത്തി. അവർ സംഭ്രമത്തോടെ പറഞ്ഞു, അസാധാരണ സംഭവങ്ങൾ ഇന്ന് നാം കണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഈ വചനം നമുക്ക് കൂടുതൽ ധ്യാനിക്കണം. ഈ വചനത്തിൻ്റെ ഒന്നാം ഘട്ടം ഈശോ ഒരു ഭവനത്തിലിരുന്ന് വചനം പ്രസംഗിക്കുന്നതായിട്ടാണ്. ഒരു ഭവനത്തിൽ, ഒരു വീട്ടിലിരുന്ന്, ഒരു യഹൂദ വീട്ടിലിരുന്ന് ഈശോ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുക. നിയമജ്ഞരും ഫരിസേയരും നിയമാധ്യാപകരൊക്കെ അവിടെ വന്നിട്ടുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ഈശോ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേ ആളുകൾ കൂടി, ചിലർ ഒരു തളർവാദ രോഗിയെ എടുത്തു, തളർവാദം പിടിപെട്ട് കിടക്കുന്ന വ്യക്തി, തളർന്ന് കിടക്കുന്നൊരു വ്യക്തിയെ എടുത്തുകൊണ്ടുവന്നു. വന്നപ്പോൾ ഈശോ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന വീടിനുള്ളിലോട്ട് കയറാൻ അവർക്കാവില്ല, ജനം അതുപോലെയുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യണം? ഇവനെ സുഖപ്പെടുത്തണം. അപ്പോൾ ഈശോയിൽ ഈ ശക്തിയുണ്ട്. അവനിൽ വചനം രോഗികളെ സുഖപ്പെടുത്താൻ കർത്താവിൻ്റെ ശക്തി അവനിൽ ഉണ്ടായിരുന്നു. രോഗികളെ സുഖപ്പെടുത്താൻ കർത്താവിൻ്റെ ശക്തി യേശുമിശിഹായിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവർ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവർ ജനം കാരണം ഇവരെടുക്കാം. അപ്പോൾ ഉടനെ ഇവർ വീടിൻ്റെ മേൽക്കൂര പൊളിച്ചിട്ട് കട്ടിലിൽ തളർവാദ രോഗിയെ അവർ നേരെ ഈശോ ഇരിക്കുന്നിടത്തോട്ട് ഇറക്കിക്കൊണ്ടുവരിക. അത്ഭുത സംഭവം. ഈശോ ഇരിക്കുന്നവർ ഇറക്കുക. അപ്പോൾ ഈശോ വചനം പറയുന്നുണ്ട്, അവരുടെ വിശ്വാസം കണ്ട് അവൻ പറഞ്ഞു, മനുഷ്യ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു. ശരിക്കും അവിടെ അവന് സൗഖ്യം കിട്ടുന്നത്, വിടുതൽ കിട്ടുന്നത് അവൻ്റെ വിശ്വാസം കൊണ്ടല്ല, അവനെ കൊണ്ടുവരുന്ന ആളുകളുടെ വിശ്വാസം കൊണ്ട്. ചിലപ്പോഴൊക്കെ ഞാൻ കാണാറുണ്ട് ഈ അതിശനിയാഴ്ചകൾക്ക് ഇവിടെ 10,000-കണക്കിന് ആളുകൾ വരുമ്പോൾ ആളുകൾ കൊണ്ടുവരുന്ന കുറേ ആളുകളുണ്ട്. പ്രാർത്ഥിച്ചു, ഉപവാസം സാഹിച്ചും ക്ലേശങ്ങൾ എടുത്തും നിന്ദനമൊക്കെ എടുത്തും പിടിച്ചു വലിച്ചു കൊണ്ടുവരും, ആൾക്കാരെ കൊണ്ടുവരും. അപ്പം അവരുടെ വിശ്വാസത്തിൻ്റെ ശക്തി കൊണ്ട് തളർവാദ രോഗിക്ക് സൗഖ്യം കിട്ടുകയാണ്, തകർന്നവന് സൗഖ്യം കിട്ടുക, ബന്ധനത്തെ കഴിഞ്ഞ് മോചനം കിട്ടുക. അപ്പോൾ ഇവിടെ അവരുടെ വിശ്വാസം, കർത്താവിലേക്ക് ഇവനെ കൊണ്ടുവന്നാൽ കർത്താവിൽ ഈ ശക്തി ഉണ്ടെന്നുള്ള വിശ്വാസം, ഈശോയിൽ ഈ ശക്തി ഉണ്ടെന്ന് വിശ്വാസമുള്ള 3-4 പേര്, അവരുടെ വിശ്വാസം കണ്ടവൻ അവരോട് പറഞ്ഞു, നിന്റെ പാപം മോചിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ വലിയൊരു തലവാണ്. സൗഖ്യം കിട്ടണാൻ പാപമോചനം കൊടുക്കുക. പാപം മാറിക്കഴിയുമ്പോഴാണ് ശരിക്കും സൗഖ്യം കിട്ടുക, അല്ലാതെ സൗഖ്യം കിട്ടത്തില്ല. ആണ് യാക്കോബ് ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 15-16 വചനമുണ്ട്. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് മാപ്പ് നൽകും. നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. സൗഖ്യം പ്രാപിക്കാൻ പാപങ്ങൾ ഏറ്റുപറയാം. പാപമോചനം കിട്ടിക്കഴിയുമ്പോഴാണ് സൗഖ്യം കിട്ടുന്നത്. അപ്പം ഈ തളർവാദ രോഗിയുടെ നേരം നോക്കി ഈശോ തളർവാദം പെട്ടിപ്പെട്ടു എഴുന്നേൽക്കാനല്ല ഈശോ, നിന്റെ പാപം മോചിക്കപ്പെട്ടിരിക്കുന്നു. അവൻ്റെ മേലുള്ള, അതായത് ഈ രോഗത്തിൻ്റെ കാരണം പാപമാണ്. അവന് തളർന്നു കിടക്കുന്നത് തിന്മയുടെ ഫലമാണ്. തിന്മകൾ അത് അവൻ്റെ ആയിരിക്കണം. ഏത് ലോകത്തിൻ്റെ തിന്മയുടെ, മനുഷ്യകുലത്തിൻ്റെ പാപം.
മനുഷ്യകുലത്തിൻ്റെ പാപം, ആദിമാതാപിതാക്കളുടെ പാപത്തിൻ്റെ പരിണിതഫലമായിട്ടുണ്ടായിരിക്കുന്നത് തിന്മയുടെ മേലെ അതിലൂടെ രോഗങ്ങളും തകർച്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ അവന് സൗഖ്യം കിട്ടണമെങ്കിൽ പാപമോചനം കിട്ടണം. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ഇടവക അച്ഛനായിട്ടിരിക്കുമ്പോൾ, വികാരച്ഛനായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഈ മരണാസന്നനായിട്ട് കഴിയുന്ന ആളുകൾക്ക് അന്ത്യകൂദാശ കൊടുക്കാൻ പോകും. ഇപ്പം മരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ആളുടെ അടുത്ത് പോയിട്ട് അന്ത്യകൂദാശ കൊടുത്ത് പാപമോചനം കൊടുത്ത് എൻ്റെ ശിരസിലും നാവിലും ചെവിയിലും കാലുകളും എല്ലാം കൈകളെല്ലാം തൈലം പുരട്ടിക്കൊണ്ട് നിൻ്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു പറഞ്ഞ് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അതിനുശേഷം ഒരു ദിവസം കഴിയുമ്പോൾ ആളുകൾ ആശാ ഇതേ ഇപ്പം മരിക്കും എന്ന് പറഞ്ഞാൽ അവിടെ എഴുന്നേറ്റ് നടക്കുന്നു, സൗഖ്യപ്പെട്ടു. അവിടെ അവിടെ കൊടുക്കുന്ന പാപം വേറൊന്നും കൊടുക്കുന്നില്ല, പാപമോചനം. അതിന് അവൻ്റെ ആത്മാവിന് സൗഖ്യം കൊടുക്കുക. അന്ത്യകൂദാശ അല്ലെങ്കിൽ രോഗശാന്തി രോഗീലേപനം എന്ന ശുശ്രൂഷ സമയത്ത് ആത്മാവിൻ്റെ മേലുള്ള പാപക്കറകൾ, നിന്റെ കണ്ണുകൾ കൊണ്ട് ചെയ്ത പാപങ്ങൾ ഈശോ മോചിക്കട്ടെ. നിന്റെ ചെവികൾ കൊണ്ട് ചെയ്ത പാപങ്ങൾ ഈശോനാമത്തിൽ മോചിക്കുന്നു. നിന്റെ നാവ് കൊണ്ട് ചെയ്ത പാപങ്ങൾ നാവ് മോചിക്കുന്നു. നിന്റെ പാദങ്ങൾ കൊണ്ട് ചെയ്ത പാപങ്ങൾ മോചിക്കുന്നു. നിന്റെ കരങ്ങൾ കൊണ്ട് ചെയ്ത അങ്ങനെ ആത്മാവിൻ്റെ മേലുള്ള രോഗങ്ങൾ പാപങ്ങൾ നീങ്ങിക്കഴിയുമ്പോൾ ശാരീരിക സൗഖ്യമുണ്ടാകുകയാണ്. അപ്പൊ നമ്മുടെ ആത്മാവിൻ്റെ മേലുള്ള രോഗങ്ങൾ വിട്ടുപോകണം. അത് വിട്ടുപോകുമ്പോഴാ അത്ഭുതങ്ങൾ, തളർവാദ രോഗങ്ങൾ എഴുന്നേൽക്കും, ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടാകും, അസ്ഥികൾ കൂടിച്ചേരും, ബന്ധനങ്ങൾ അഴിയും, കെട്ടഴിയും, സാത്താൻ വിട്ടുപോകും. ആത്മാവിൻ്റെ മേലുള്ള രോഗങ്ങൾ, അതാണ് പാപം. അത് ആത്മാവിൻ്റെ രോഗങ്ങളാണ് പാപങ്ങൾ. ഓരോ പാപം ചെയ്യുമ്പോൾ അത് നിന്റെ ആത്മാവിനെ രോഗിയാക്കും. അത് കൂടിക്കൂടി അവസാനം നിന്റെ ശരീരത്തെയും കൂടി അത് രോഗാവസ്ഥയിലെത്തിക്കും. അതാണ് സങ്കീർത്തനം 107:18, 19, 20 വചനമുണ്ട്. പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന ചിലർ രോഗികളായി തീർന്നു. തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി. അവരെല്ലാ ഭക്ഷണത്തെയും വെറുത്തു, മൃത്യുകവാടങ്ങളെ സമീപിച്ചു. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സുഖപ്പെടുത്തി, വിനാശത്തിൽ നിന്ന് അവരെ വിടുവിച്ചു എന്ന് പറയാം. അപ്പോൾ പാപമോചനം സംഭവിച്ചു കഴിയുമ്പോൾ നമുക്ക് സൗഖ്യം കിട്ടും. അപ്പോൾ പാപം ഇരിക്കുമ്പോൾ അവൻ രോഗിയെ തളർന്നു കിടക്കുക. അതുകൊണ്ടാണ് അവൻ്റെ വിശ്വാസം പോലെ ഏറ്റു പറയാൻ പറ്റാത്തത്. ഒന്നും പറ്റില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, പാപം ചെയ്യുമ്പോൾ നമ്മൾ രോഗികളായിത്തീരും. പാപം എന്താണ് കണ്ടുപിടിക്കണം. എന്താണ് വാട്ട് ഇസ് സിൻ? പാപം എന്നുള്ളത് 1 യോഹന്നാൻ 3:4-5 വചനം. പാപം നിയമലംഘനമാണ്. ദൈവകൽപ്പനകൾ, ദൈവഹിതത്തിന് വിരുദ്ധം, ദൈവസ്നേഹത്തിന് വിരുദ്ധമായ പ്രവർത്തികൾ മുഴുവൻ പാപമാണ്. അപ്പം അങ്ങനെ പാപത്തിൻ്റെ വഴികളിലൂടെ പോകുമ്പോൾ നമ്മൾ രോഗികളായിത്തീരും, വീണു പോകും നമ്മൾ. ഒത്തിരി പേരിന്ന് തളർന്നു കിടപ്പുണ്ട്. തളർവാദം, ശരീരത്തിൻ്റെ തളർവാദം മാത്രം, മനസ്സ് തളർന്ന ആളുകളുണ്ട്. ആങ്സൈറ്റി പ്രോബ്ലം കയറുന്ന, ഡിപ്രഷൻ കയറുന്നവരുണ്ട്, നിരാശ കഴിയുന്നവരുണ്ട്, ഭാര്യയിൽ നിന്നൊക്കെ അകന്നു കഴിയുന്നവർ, ഭർത്താവിൽ നിന്ന് അകന്നു കഴിയുന്നവർ, മക്കളിൽ നിന്ന് അകന്നു കഴിയും, മാതാപിതാക്കളിൽ നിന്ന്, സഭയിൽ നിന്ന് പോലും. അതെല്ലാം ഈ പാപത്തിൻ്റെ വേദനമായിട്ട് പെട്ടെന്ന് പോയി ചെറുപ്പക്കാർ പോലും താഴെ പോവുക. ഒത്തിരിയാണ് ചെറുപ്പക്കാർ പോലും ഇങ്ങനെ വീണ് കിടപ്പുണ്ട്, തളർന്ന് കിടപ്പുണ്ട്, ഒരുപാട് കുഞ്ഞുങ്ങൾ. അതല്ല, ഇതാണ്. അത് എഴുന്നേക്കാൻ പറ്റുന്നില്ല, അവർക്ക് നന്മ ചെയ്യാൻ പറ്റുന്നില്ല, ദൈവമേ എന്ന് വിളിക്കാൻ പോലും പറ്റുന്നില്ല, വാതുറക്കാൻ പറ്റുന്നില്ല, മാതാപിതാക്കളെ അംഗീകരിക്കാൻ പറ്റുന്നില്ല, ജീവിത പങ്കാളിയെ അംഗീകരിക്കാൻ പറ്റുന്നില്ല, മക്കളെ അംഗീകരിക്കാൻ പറ്റുന്നില്ല, വിശ്വാസം അംഗീകരിക്കാൻ. തളർന്നുപോയവൻ, ബലം നഷ്ടപ്പെട്ട മനസ്സ്, ആരോഗ്യം നഷ്ടപ്പെട്ട മനസ്സ്, വിശ്വാസം നഷ്ടപ്പെട്ട മനസ്സ് തളർന്നു കിടപ്പുണ്ട്. അവന് വേണ്ടത് പാപമോചനമാണ്. ഈശോയ്ക്ക് മനസ്സിലായി. അവരെടുത്തുകൊണ്ടുവന്ന ആ തളർവാദ രോഗിക്ക് വേണ്ടത് പാപമോചനം ആണ്. എങ്കിലേ അവനെ എഴുന്നേൽക്കുള്ളൂ, അല്ലാണ്ട് അവൻ എഴുന്നേൽക്കില്ല. പലപ്പോഴും ധ്യാനാവസരങ്ങൾ കാണാറുണ്ട്, 100 അനുഭവങ്ങൾ. ഒന്ന്, അതായത് കുമ്പസാരമെന്ന് കൂദാശ കഴിയുമ്പോൾ ആളുകളെല്ലാം വന്ന് തങ്ങളുടെ ആത്മാവിൻ്റെ രോഗങ്ങൾ സഭയുടെ കരുണയുടെ വാതിലായ കുമ്പസാരക്കൂട്ടിൽ വന്ന് എല്ലാം ഏറ്റുപറഞ്ഞ് പാപമോചനം നേടിയെടുത്ത് കഴിയുമ്പോൾ തന്നെ സൗഖ്യം കിട്ടുകയാണ്. മന്ത്രവാദവും ചെയ്തിട്ടുണ്ട്, കൂടോത്രം ചെയ്തിട്ടുണ്ട്, അശുദ്ധിയുടെ മാർഗത്തിൽ പോയിട്ടുണ്ട്, അയൽക്കാരെ പീഡിപ്പിച്ചിട്ടുണ്ട്, മക്കളെ കൊന്നിട്ടുണ്ട്, ജീവിത പങ്കാളിയെ ഒരു വഞ്ചന കാണിച്ചിട്ടുണ്ട്, ചതിച്ചിട്ടുണ്ട്, എല്ലാം പറഞ്ഞ് ആത്മാവിന് രോഗങ്ങൾ
അത് മുഴുവൻ നീങ്ങിക്കഴിയുമ്പോൾ, സുഖപ്പെട്ട് കഴിയുമ്പോൾ ഉടനെ ഇയാളുടെ ശരീരത്തിന് സൗഖ്യം കിട്ടുക, ഇയാളുടെ മനസ്സിന് സൗഖ്യം കിട്ടുക, എഴുന്നേൽക്കുക. ഒരുപാട് മക്കൾ തളർന്നു കിടക്കുക. ലോകത്തിലെ ശരിക്കും പറഞ്ഞ് മനുഷ്യൻ നടക്കുന്നെങ്കിലും അവൻ തളർന്നു കിടക്കുന്നവനാ. ഓടി നടക്കുന്നെങ്കിലും അവൻ തളർവാദ രോഗിയാണവൻ. എല്ലായിടത്തും അവനുണ്ടെങ്കിലും അവൻ തളർന്നിരിക്കുന്നവനാണ്, തകർന്നിരിക്കുന്നവന്. അവൻ രോഗിയാണവൻ. അവൻ്റെ ആത്മീയ രോഗങ്ങൾ, ആത്മാവ് തളർന്നിരിക്കുക, മനസ്സ് തളർന്നു. അതുകൊണ്ട് പലരും പറയും, അച്ഛാ ഈ സഹോദരനെ നാട്ടിൽ കാണുന്ന പോലല്ല, വീട്ടിൽ വരുമ്പോൾ ഈ ആൾ വേറൊരു മനുഷ്യനായിട്ട് മാറുക. ആ വലിയ പ്രശ്നക്കാരന് മദ്യപാനം കുടിച്ചു 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 തീരുക. ആര് പറഞ്ഞാലും, അപ്പം പറഞ്ഞാലും അമ്മ പറഞ്ഞാലും ഒന്നും കേൾക്കുന്നില്ല. അവൻ കഞ്ചാവിന് അടിമപ്പെടുക. യുവാക്കളൊക്കെ കഞ്ചാവിനും മദ്യത്തിനും മയക്കുമരുന്ന് ഇതുകൂടെ പാപമാണ്. ദൈവകൽപ്പനകൾ ലംഘിക്കുന്നവരെല്ലാം തളർവാതരോഗം പിടിപെട്ട് കിടക്കും. അവൻ നടക്കുന്നെങ്കിലും തളർവാതരോഗിയാണവൻ. ഓടി നടക്കുന്നുണ്ടെങ്കിലും അവൻ്റെ മനസ്സിന് ശക്തിയില്ല, സന്തോഷമില്ല, സമാധാനമില്ല, നഷ്ടപ്പെട്ടവന്, നിരാശന്, ദുഃഖിതനാണവൻ. അപ്പോൾ അതിൽ നിന്ന് മോചനം കർത്താവ് കൊടുക്കുക. അപ്പോൾ തളർവാതരോഗിയുടെ നിനക്ക് പാപമോചനമാണ് ആദ്യ ആവശ്യം. ഈശോന് പാപമോചനം കൊടുക്കുക. അപ്പോൾ ഈശോ പറഞ്ഞു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിയമജനും പരിസരം ചിന്തിച്ചു തുടങ്ങി, ദൈവദൂഷണം പറയുന്നു ഇവനാര്? ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപങ്ങൾ ക്ഷമിക്കുവാൻ സാധിക്കുക? അവരുടെ വിചാരം മനസ്സിലാക്കിയ യേശു അവരോട് പറഞ്ഞു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഹൃദയത്തിൽ ചോദിക്കുന്നത്? ഏതാണ് എളുപ്പം, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ? ഏതാണ് എളുപ്പം? ഈശോ പറഞ്ഞു, ഈശോ ഏറ്റെടുക്കുക. മനുഷ്യൻ്റെ പാപങ്ങളും രോഗങ്ങളും ഏറ്റെടുക്കുന്ന കർത്താവിനെയാണ് നമ്മളിവിടെ കണ്ടുമുട്ടി. ഈശോയിലൂടെയാണ് പാപമോചനം സംഭവിക്കുക. ഈശോ ഒരാൾക്ക് പാപമോചനം കൊടുത്താലേ അവൻ എഴുന്നേൽക്കുള്ളൂ. വേറെ ആർക്കും പാപമോചനം കൊടുക്കാൻ പറ്റില്ല. അവർ തന്നെ ചിന്തിക്കുന്നത്, ആർക്ക് ഈ ഭൂമിയിൽ പാപമോചനം കൊടുക്കാൻ പറ്റും? ദൈവപുത്രനായ യേശുക്രിസ്തുവിന് മാത്രമേ. ദൈവത്തിൻ്റെ കുഞ്ഞാട് ആണ് സ്നാപകൻ വിളിച്ചു പറയുന്നത്, ആ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, അവന് മാത്രമേ എൻ്റെ പാപങ്ങൾ മോചിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ വലിയ തെളിവാണ് ഈ സംഭവം. ഈശോ അവന് പാപമോചനം കൊടുക്കുന്നു. ഉടനെ അവൻ എഴുന്നേൽക്കുകയാണ്. അടുത്ത നിമിഷം കാണാൻ പറ്റും, ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ട. യേശു തളർവാതരോഗിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് കിടക്കയും എടുത്ത് വിട്ടോട്ട് വെക്കുക. നീ എഴുന്നേറ്റോ, നിൻ്റെ പാപം മോചിക്കപ്പെട്ടു, നിൻ്റെ പാപം മോചിക്കപ്പെട്ടു, എഴുന്നേറ്റോളം പറഞ്ഞപ്പോൾ അവൻ പതുക്കെ നോക്കുക. ഉടനെ അവൻ്റെ കൈകാലുകൾക്ക് ബലം പാർച്ചു. അവൻ എഴുന്നേൽക്കുന്നു, അവൻ സുഖപ്പെടുന്നു, ദൈവത്തെ മഹത്വപ്പെടും. കിടക്കയും എടുത്തുകൊണ്ട് പോവുക. അതെ, ലോകം മുഴുവനും അതെ ഓർത്തുകൊള്ളു, യേശു നിനക്ക് പാപമോചനം തരട്ടെ. ഈശോയെ എനിക്ക് പാപമോചനം തരട്ടെ. ഈശോയ്ക്ക് മാത്രമേ തരാൻ പറ്റുള്ളൂ. ഈശോ സ്വീകരിക്കുന്ന മക്കൾക്ക് ഈ പാപമോചനം കിട്ടും. പാപമോചനം കിട്ടുമ്പോൾ അവൻ എഴുന്നേൽക്കും, സമാധാനം കിട്ടും, അവൻ അനുഗ്രഹം കൊടുക്കപ്പെടും. ബന്ധനങ്ങളടിയും കെട്ടുകളടിയും സാത്താൻ്റെ ശക്തികൾ ഓടിമാറും. സകല കെട്ടുകളും ബന്ധനങ്ങൾ അടിഞ്ഞു പോക്കുള്ളൂ. ഒന്നും പേടിക്കണ്ട, ഈശോയ്ക്ക് മാത്രം ചെയ്യും. അപ്പോൾ പാപമോചനം കിട്ടേണ്ടത് അത് ഈശോയിലൂടെയാണ്. ഈ പാപമോചനം അറിഞ്ഞോണം, ലോകം മുഴുവൻ അറിയേണ്ടത്. എവിടെ പോയാലും എനിക്ക് പാപം മോചിക്കും. എൻ്റെ കഴിഞ്ഞകാല പാപങ്ങൾ, തിന്മകൾ അത് നീങ്ങിപ്പോകാൻ, എൻ്റെ ആത്മാവിലുള്ള അശുദ്ധിയ അത് നീങ്ങിപ്പോകാൻ ഏത് മാർഗമാണ് സ്വീകരിക്കേണ്ടത്? എവിടെ പോയാൽ നടക്കും? അത് ഈശോയ്ക്ക് മാത്രം, ഈശോയ്ക്ക് മാത്രം. അവിടെ ഈ പാപമോചനം ഒഴുകുന്നിടത്ത് ഒരു കാര്യം കൂടിയുണ്ട്. ആരിലേക്ക് ഒഴുകുന്നു? തളർവാതരോഗിയിലേക്ക്. എപ്പോഴും ഒഴുകുന്നു? അവനെ കൊണ്ടുവന്ന ആളുകളുടെ വിശ്വാസം കണ്ടിട്ട് യേശുവിനെ കർത്താവും ദൈവവും രക്ഷകനുമായി സ്വീകരിച്ച് ഈശോയെ വിട്ടുകൊടുക്കുമ്പോൾ, ഈശോയുടെ മുമ്പിലേക്ക് ഞാൻ കിടന്നു കൊടുക്കുമ്പോൾ, എൻ്റെ ജീവിതം വിട്ടുകൊടുക്കുമ്പോൾ, സമ്പൂർണ്ണ സമർപ്പണം നടക്കുമ്പോൾ എൻ്റെ കർത്താവ് എൻ്റെ പാപങ്ങൾ ഏറ്റെടുക്കും, എനിക്ക് മോചനം തരും. ആ സമയത്താണ് അതുകൊണ്ട് മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ അവന് പാപമോചനം കിട്ടണം. തളർവാതരോഗിക്ക് സൗഖ്യം കിട്ടണമെങ്കിൽ, അവൻ എഴുന്നേൽക്കണമെങ്കിൽ പാപമോചനം. ഈ കാലഘട്ടത്തിൽ മുഴുവൻ ആളുകൾക്കും മോചനം കിട്ടണമെങ്കിൽ ഉയർത്തെഴുന്നേൽക്കണം. പാപമോചനം, പാപത്തിൽ നിന്ന് മോചനം എഴുന്നേൽക്കണം. പാപം അത് ഈശോയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, തളർവാതിരയുള്ള നമുക്ക് ഈശോയിലേക്ക് പോകാം. തളർന്നു കിടക്കുന്ന ഒരുപാട് ജീവിതങ്ങളെ എടുത്തുകൊണ്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് നിങ്ങൾ ഓടണം. അത് നിങ്ങൾക്കൊരു ഭാഗ്യമാണ്. ഇത് സുവിശേഷ വേല ഏർപ്പെട്ടിരിക്കുന്ന മക്കളെ, എന്ത് സഹനങ്ങളും ചിലപ്പോൾ നിങ്ങൾ സുവിശേഷ വേലയായിട്ട് പോകുമ്പോൾ ഒരുപാട് അപമാനങ്ങളും നിന്ദനങ്ങളും ഉണ്ടാകും.
ദൈവമഞ്ചരും പരിസരും പിറുപിറുക്കും, ഒത്തിരി പേര് പിറുപിറുക്കും, ഒത്തിരി പേര് പരിഹസിക്കും. എന്തിന് പോകുന്നതിനൊരു കാരണമുണ്ട്. പാപം മോചിക്കാൻ അധികാരമുള്ളവനും ശക്തിയുള്ളവനും ആയ പാപപരിഹാര ബലിയായി തീർന്ന ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തതിനായ ഈശോയുടെ പക്കലേക്കാണ് നമ്മളെല്ലാവരും കൊണ്ടുപോകുന്നത്. നമ്മളങ്ങോട്ട് പോകുകയാണ്. അവിടെ അവൻ തരും. അവൻ അത് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ? കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ? കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ? സ്തുതിക്കട്ടെ, എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഏറ്റെടുക്കണമേ ഈശോയേ, ഏറ്റെടുക്കണമേ. പകർച്ചകൾ ഏറ്റെടുക്കണമേ, വേദനകൾ ഏറ്റെടുക്കണമേ, പകർച്ചകൾ ഏറ്റെടുക്കണമേ, കുടുംബങ്ങളെ ഏറ്റെടുക്കണമേ, പൈശാചിക പീഡകൾ കിടന്ന മക്കളെ ഏറ്റെടുക്കണമേ, മുറിവേറ്റ മക്കളെ ഏറ്റെടുക്കണമേ, മക്കളെ ഏറ്റെടുക്കണമേ, എന്റെ മാതാപിതാക്കളെ ഏറ്റെടുക്കണം, ജീവിത പങ്കാളി ഏറ്റെടുക്കണം, സഭയെ ഏറ്റെടുക്കണം, മുറിവേറ്റ വൈദികരെ ഏറ്റെടുക്കണം, മുറിവേറ്റ സിസ്റ്റേഴ്സിനെ ഏറ്റെടുക്കണം, ആരോരും ഇല്ലാത്ത മക്കളെ ഏറ്റെടുക്കണം, അനാഥരെ ഏറ്റെടുക്കണം, എല്ലാവരും തിരസ്കരിക്കപ്പെട്ടവരെ ഏറ്റെടുക്കണം, സാത്താന്റെ പിടിയിൽ അമർന്നു കഴിയുന്ന മക്കളെ ഏറ്റെടുക്കണം, കുരിശിലേറ്റ് ഏറ്റെടുക്കണമേ, മുറിവിൽ ഏറ്റെടുക്കണമേ, ഹൃദയത്തിൽ ഏറ്റെടുക്കണം, ചോരയിലോട്ട് ഏറ്റെടുക്കണം, കുരിശിലോട്ട് ഏറ്റെടുക്കണം, പരിശുദ്ധാത്മാവിനെ നിറച്ചുകൊണ്ട് ഏറ്റെടുക്കണം, അഭിഷേകത്തിന് വേണ്ടി ഏറ്റെടുക്കണം, കരുണയായിരിക്കണമേ, ബന്ധനങ്ങൾ അഴിക്കണം, സാത്താന്റെ പീഡയിൽ മക്കളെ മോചിപ്പിക്കണം, തിരുവോസ്തിയിൽ കൈകൾ നീട്ടണം, ഓരോ കുടുംബത്തിനു മേലും കൈകൾ നീട്ടണം, മാതാപിതാക്കളുടെ മേൽ കൈകൾ നീട്ടണം, ഞങ്ങളുടെ മക്കളുടെ മേൽ കൈ നീട്ടണം, യുവതിവാക്കളുടെ മേൽ കൈകൾ നീട്ടണം, പങ്കാളിയുടെ മേൽ കൈകൾ നീട്ടണം, സഭയുടെ മേൽ കൈകൾ നീട്ടണം, ഓരോ ശുശ്രൂഷകന്റെ മേലും കൈ നീട്ടണം, അഭിഷേകം ഒഴുക്കി കൊടുക്കണം, ആണിപ്പടുതിൽ നിന്ന് അഭിഷേകം ഒഴുക്കണം, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഓരോ കുടുംബത്തിലും സംബന്ധമായ രോഗങ്ങൾ നീങ്ങട്ടെ, നാട്ടുസംബന്ധ രോഗം മാറട്ടെ, ഓട്ടിസം ഹൈപ്പറാക്റ്റീവ് രോഗം മാറട്ടെ, പാപശക്തികൾ വിട്ടു, പൈശാചിക ബന്ധനം തടസ്സങ്ങളെല്ലാം മാറിപ്പോ അന്ധകാരം മുഴുവൻ നിറയട്ടെ. ഹല്ലേലൂയ, കർത്താവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.